ടി ജി മോഹൻദാസിനെ കൊണ്ടുപോയി തൂക്കിക്കൊന്നുകളയാന്നാണ് വിചാരിച്ചത്. പക്ഷേ കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു. ഈ കേസ് നിൽക്കില്ല എന്ന് ഇവിടുത്തെ എല്ലാ നിയമവിദഗ്ധർ മുതൽ രാഷ്ട്രീയക്കാരടക്കം പ്രധാനപ്പെട്ട എല്ലാവരും പറഞ്ഞിരുന്നു. ഇതിങ്ങനെ വരൂ. ടി ജി മോഹൻദാസിനെ പക്ഷെ ഞാൻ പറയുന്നത് ജയിലിലിടണമായിരുന്നു. ഇവന്മാരുടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗ്രഹപ്രകാരമാണെങ്കിൽ, അവരാണല്ലോ ആഭ്യന്തരം ഭരിക്കുന്നത്, അവരുടെ ഒരു ആഗ്രഹപ്രകാരമാണെങ്കിൽ, അവരുടെ ഒരു പോക്ക് വെച്ചിട്ടാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ടി ജി ചെയ്ത കുറ്റത്തിന് ടി ജിയെ കൊണ്ടുപോയി തൂക്കിക്കൊള്ളണമായിരുന്നു. എനിക്ക് തോന്നുന്നു സാറേ 16 വർഷം എങ്ങാണ്ടായി, 28 വർഷമായി പൂജപ്പുരയിലെ തൂക്കുമരം ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ടി ജിയെ കൊണ്ടുപോയി തൂക്കിക്കൊള്ളണമായിരുന്നു അവന്മാർ. ആ രീതിയിലാണ് അവന്മാർ. വിദ്വേഷം അങ്ങനെയാണ്. ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യനെ പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി കാത്തിരുന്നവന്മാർക്കാണ് ജാമ്യം കിട്ടി ടി ജി പുറത്തേക്ക് വരുന്നത്. ഇവിടെ മോദിയെ കൊല്ലണമെന്ന് പറഞ്ഞവർ, പീരങ്കി വെച്ച് പാർലമെന്റ് പൊട്ടിക്കണമെന്ന് പറഞ്ഞവർ, അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, എനിക്കൊരു തോക്ക് കിട്ടിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെറ്റിക്ക് നേരെ വെടിവെക്കുമെന്ന് പറഞ്ഞ സ്ത്രീയെ തൊട്ട് കലാപം നടത്താൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഭീകരന്മാരുണ്ടല്ലോ, അവന്മാരൊക്കെ സ്വതന്ത്രമായി കേരളത്തിൽ വിരസുകയാണ്. അപ്പോഴാണ് ടി ജി എന്ന വന്ധ്യവയോധികനായ മനുഷ്യനെ, സത്യം പറയാൻ സദാ ജാഗ്രതയോടുകൂടിയിരിക്കുന്ന ആ മനുഷ്യനെ തൂക്കിയെടുത്ത് രാത്രിയിൽ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസുകാർ കൊണ്ടുപോയിരിക്കുന്നത്. അനീതി മാത്രം വിളയുന്ന ഒരു സ്ഥലമായി, ജമാഅത്തെ ഇസ്ലാമിയുടെ പോലീസ് ഭരിക്കുന്ന സ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പ്രിയൻ വല്ലാതെ വൈകാരികമായിട്ട് ടി ജിയുടെ കാര്യത്തിലൊക്കെ നമ്മളെ സ്വാഭാവികമായിട്ടും ആകണമല്ലോ സാർ. അതിനകത്ത് ഇപ്പം ടി ജിക്ക് ഈ ജാമ്യം കിട്ടി. ആ വകുപ്പുകൾ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു. കാരണം കലാപത്തിനുള്ള ആഹ്വാനം അതിനകത്തില്ല. അതിനകത്ത് ടി ജി ആരെയും ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ടി ജിയുടെ പ്രസ്താവന ഒരിക്കലും നടത്താൻ പാടില്ലാത്തായിരുന്നു സാറിൻ്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയം. അപ്പം കാരണം എന്ന് വെച്ചാൽ ടി ജി മോഹൻദാസ് നടത്തിയ 3 കാര്യങ്ങളാണ് പ്രസ്ഥാനം നടത്തിയത്. അദ്ദേഹമായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ മുന്നറിയിപ്പ് നൽകി വെടിവയ്ക്കുമായിരുന്നു, അല്ലേ? ഇത് തന്നെയാണ് 1989 ചൈന ചെയ്തത്. ടിയാനൻമെൻ സ്ക്വയറിൽ 8000-ഓളം ഇതുപോലുള്ള ചെറുപ്പക്കാർ പിള്ളേരെ വെടിവെച്ച് പോകുന്നു. അന്നും അത് കണ്ടപ്പോൾ അത് ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചൊരു സാധനമാണ്. ഞങ്ങളുടെയൊക്കെ 20കളിലെ അവസ്ഥയാണ് അപ്പം നമുക്കൊക്കെ ഉണ്ടായൊരു ഷോക്ക് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല സാധനം. കാര്യം ഇത് തന്നെ ഇപ്പം മോഹൻദാസ് പറഞ്ഞതുപോലെ ആണ് ചൈന അന്ന് ഈ ടിയാനൻമെൻ സ്ക്വയർ ചെയ്തത്. പിന്നെ ഒരിക്കലും ടിയാനൻമെൻ അവിടെ ആവർത്തിച്ചിട്ടുമില്ല. ഇല്ല, അത് ഇപ്പോഴും ആവർത്തിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ടെററാണ് അവിടെ. അത്തരത്തിലൊരു ടെറർ നമുക്ക് ഇന്ത്യയിൽ ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ലല്ലോ. ആണോ? പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ടെററിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ ടി ജി മോഹൻദാസ് പറഞ്ഞത്, ഞാനായിരുന്നെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കും, വെടിവെക്കും, കുറച്ച് പേരൊക്കെ ചാവും, കുറച്ച് പേർക്ക് അംഗവൈകല്യങ്ങളുണ്ടാവും, ചത്തവരെയൊക്കെ ആശുപത്രി കൊണ്ടുപോകും. അത് ഒരു ഒരിക്കലും സമീപനമാണ്. അതൊരു ക്രൂരമായ സമീപനമാണ്. ഇപ്പം നമ്മളിപ്പം ഒരു മൃഗത്തിനെ പോലും നമുക്ക് നോവിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ തെരുവുനായി വലിയ പ്രശ്നമാണല്ലോ, എങ്കിൽ പോലും അതിനെ പിടിച്ച് കൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മാനസികമായ വിഷമമുണ്ട്. നമുക്ക് അതിനെ കൊല്ലാൻ താല്പര്യമില്ല. അതിനെ എവിടെയെങ്കിലും കൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലുള്ള ഒരു മാനുഷിക വികാരം മുന്നിട്ട് നിൽക്കുന്നുണ്ടാണ്. മനുഷ്യൻ ജന്തുവംശത്തിലെ അംഗമാണ്. മനുഷ്യൻ എപ്പോഴും നേരിടുന്ന ഒറ്റ വെല്ലുവിളിയേ ഉള്ളൂ. ഇപ്പം ഞാൻ പ്രിയൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും, എൻ്റെ ജന്തു സഹജമായ വാസനയാണോ മുന്നിൽ നിൽക്കുന്നത്, അതോ മനുഷ്യ സഹജമായ വാസനയാണോ മുന്നിൽ നിൽക്കുന്നത്? ജന്തുക്കൾ അക്രമത്തെ ഉപയോഗിക്കുന്നത് അവരുടെ ഭക്ഷണത്തിനും സ്വയരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. മനുഷ്യൻ അക്രമത്തെ ഉപയോഗിക്കുന്നത് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായേ? അവിടെയാണ് മനുഷ്യൻ അധപ്പതനം വന്നത്. മൃഗത്തേക്കാൾ താഴെ അധപ്പതിച്ചു പോകും. മനസ്സിലായി? അവിടെ ലക്ഷ്യത്തില്ല. ഇവിടെ വിഷയം അതല്ല പ്രിയൻ. ഇവിടെ ടി ജി മോഹൻദാസ് നടത്തിയ 3 സംഗതികളാണ്. ഒന്ന്, ഈ കുട്ടികളെ ഞാനായിരുന്നെങ്കിൽ നിർദ്ദേശം കൊടുക്കും, പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടിവെക്കും, കുറേ പേരൊക്കെ ചാവും, കുറേ പേരെ അംഗവൈകല്യം സംഭവിക്കും. എനിക്ക് ഒരുപക്ഷെ ഞാനും അധികാരിയാവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം അവിടെ വിദ്യാർത്ഥികൾ മാത്രമല്ല, രാജ്യത്തെ അട്ടിമറിക്കാൻ നിൽക്കുന്ന നേപ്പാളിലും അത് സർക്കാരിൻ്റെ കുഴപ്പമാണ്. രാജ്യത്തെ അട്ടിമറിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ നികുതി പണം കൊടുത്ത് ഇത്രയും വലിയ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എന്തിനു വേണ്ടിയാണ്? ഇന്റലിജൻസിന് വേണ്ടിയല്ലേ. ഇപ്പം ഈ ഗവൺമെന്റ് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള അഭിപ്രായമുള്ള വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പോൾ അതൊരു ന്യായീകരണമല്ല.
ഇപ്പം നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ വരുമ്പോഴത്തേക്ക് പിടിക്കുന്നുണ്ട്. എങ്കിൽ പോലും പല ആക്രമണങ്ങളും പല സംഭവങ്ങളും ഈ സമീപകാലത്തൊന്നും ഉണ്ടായില്ലേ. അതൊക്കെ സ്വാഭാവികം, അതൊക്കെ സംഭവിക്കും അത്. അപ്പോൾ അത്രയും ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, അതിനിയും വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ന്യായീകരണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ CJPയുടെ അല്ലെങ്കിൽ ആ കോക്രോച്ച് എന്ന് വെച്ചാൽ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടൊന്നും സാധനം. സർ അതൊക്കെ സമ്മതിപ്പിക്കുന്നു. പക്ഷെ ഞാൻ ഒറ്റ പക്ഷേ കാര്യം- ഇവിടെ സമീപനമാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക്. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ അവരറിയാതെ ഒരുപാട് സംഗതികൾ വീഴും. ആ വീഴുന്നതാണ് പ്രധാനം. ആ വീഴുന്ന ഘടകങ്ങൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ജന്തുവും മനുഷ്യനും നമ്മുടെ ഉള്ളിലുള്ള, അതിനകത്ത് മനുഷ്യനെ മുകളിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമാകുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ സംഭാഷണം നീങ്ങേണ്ടത്. മനുഷ്യൻ എവിടെയൊക്കെ ഇടപെടുന്നു അതിനാണ് സംസ്കാരം എന്ന് പറഞ്ഞത്. മൃഗങ്ങൾക്ക് സംസ്കാരം പ്രകൃതി തന്നെ ഒപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഉദാഹരണത്തിന് കന്നിമാസമാകുമ്പം എന്തുകൊണ്ടാണ് നായ്ക്കൾ ഇണചേരുന്നത്? അത് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന സംഗതിയാണ്. നമുക്ക് ഇതിങ്ങനെയുള്ള സംഗതിയെല്ലാം ചോയ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് സെലക്ഷൻ വരുന്നത്. ഈ സെലക്ഷൻ വരുമ്പോഴാണ് നമ്മളുടെ മനുഷ്യൻ്റെ സാധനം മുകളിലേക്ക് വരുന്നത്. ഇവിടെ ഈ പറഞ്ഞൊരു സമീപനം വന്നു, അവിടെ വയലൻസ് ആണ് വന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ TG മോഹൻദാസിന്, ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല, സ്നേഹമുള്ള വ്യക്തിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായം പറഞ്ഞതുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം മോശക്കാരനുള്ള അഭിപ്രായം ഒന്നും എനിക്കുണ്ടാവില്ല. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിലൊക്കെ വളരെ രസകരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സമീപനത്തെ അദ്ദേഹത്തിന് നയിച്ചിരിക്കുന്നത് വയലൻസാണ് അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് ഇദ്ദേഹം ചില സമയങ്ങളിൽ നമ്മളുടെ ഇന്ത്യൻ ഈഥോസ്, നമ്മുടെ ഇന്ത്യൻ മൂല്യങ്ങളും ഭാരതീയമായ വൈകാരികതയൊക്കെ അദ്ദേഹം റെഫർ ചെയ്യാറുണ്ട്. ആ ഭാരതീയമായ വൈകാരികത ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവത്ഗീത തന്നെ എടുക്കുക. ഭഗവത്ഗീത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയാൻ പറ്റും? ഭഗവത്ഗീത വെറും ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ ശരിയാണ്, യുദ്ധത്തിന് വരിക, ഒന്നും നോക്കണ്ട, അച്ഛനാണോ മക്കളാണോ, സ്വന്തം മക്കളാണ് CJPയിൽ എടുത്തെങ്കിലും വെടിവെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗീത പറയുന്നത് അതല്ല. ഗീത യഥാർത്ഥ രീതി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത്, അപ്പോൾ അവിടെ വയലൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അവിടെ നിരാഹാരം കിടന്നു. എന്തുകൊണ്ട് ഈ ധർമ്മേന്ദ്ര പ്രധാനും മറ്റേ 2 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ JP നദ്ദയും ജിതേന്ദ്ര സിംഗും. ഇവർക്ക് എന്തുകൊണ്ട് 2 ദിവസം കൂടെ മുൻപ് വന്നിട്ട് ഈ നിരാഹാരം കിടന്ന വാങ്ചുക്കുമായിട്ട് സംസാരിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. കാര്യം ഒരു നിരാഹാരം എന്ന് പറയുമ്പം, കാരണം ഈ അവിടെയാണ് അലിവ് വരേണ്ടത്. ഒരു വ്യക്തി 10-20 ദിവസം നിരാഹാരം കിടക്കുന്ന സമയത്ത് അത് മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അതാണ് നിരാഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുണ്ടായില്ല, പോട്ടെ, അവസാനം അതങ്ങനെ സംഭവിച്ചു. ആ വിഷയമെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ വേഷവിധാനത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നു മോഹൻദാസ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ വേഷം ധരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്നു, അങ്ങനെയുള്ളവരിവിടെ വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഉയർച്ചയിൽ വരുന്ന സംഗതികളെ അങ്ങനെയുള്ളവരും ചിലപ്പോൾ ഉണ്ടാവും, ഇല്ല, എന്തായിക്കോട്ടെ, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തെ പോലെ TG മോഹൻദാസിനെ പോലെ അദ്ദേഹത്തിനെ പോലെ വിദ്യാഭ്യാസമുള്ള ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ നമ്മൾ കണ്ടതാണ്. അതല്ല, ഇത് TG മോഹൻദാസ് പറയുന്നതിൻ്റെ പ്രശ്നമാണ്. ആ പ്രക്ഷോഭം എങ്ങനെയാണെന്നോ അങ്ങനെയുള്ളവരുണ്ടോന്നോ ഇല്ല, അതിനെക്കൊണ്ടല്ല പ്രശ്നമില്ല. TG മോഹൻദാസ് അദ്ദേഹം 70കളിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമുണ്ട്. ഇദ്ദേഹത്തിന് ഇത്രയും നല്ല ജീവിത അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന് വായനയുണ്ട്, ചിന്തയുണ്ട്, എല്ലാം ഉണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇടപെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൽ നിന്ന് വാക്കുകൾക്ക് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ TG മോഹൻദാസിൻ്റെ സമീപനത്തിനോട് ഇപ്പം പ്രിയന് വേണേൽ യോജിപ്പ് തോന്നുന്നു. ഇത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് യോജിപ്പ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു അത് പ്രിയൻ്റെ ഉള്ളിലുള്ള ഒരു നോൺ വയലൻസ് അല്ല അവിടെ ഉണരുന്നത് വയലൻസ് ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ വയലൻസ് ഉണർന്നു കഴിഞ്ഞാൽ നമ്മളെയും നമ്മുടെ ചുറ്റുപാടിനെയാണ് ബാധിക്കുക. അത് ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന സമയത്ത് ഗുണകരമാകും. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്, കേസ് ഫോം ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പുറത്തിട്ടിരിക്കുന്ന കേസിൻ്റെ വകുപ്പുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു സാധാരണ വക്കീലിൻ്റെ ആവശ്യമൊന്നുമില്ല. കലാപത്തിന് ആഹ്വാനം,
അതൊന്നും അല്ല. ശരിയായിട്ടുള്ള വകുപ്പുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. മനസ്സിലായില്ലേ? അത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാം ഈ നടക്കുന്നത്, കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ പോകുന്നത് അതിൻ്റെ അടിയിൽ വർഗീയതയാണ്. അതെ. ഇപ്പോൾ നമ്മുടെ CPM-ൻ്റെ അടുത്ത് LDF-ൻ്റെ ആണെങ്കിലും UDF-ൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും BJP-യുടെ ഉൾപ്പെടെ എല്ലാത്തിൻ്റെ അടിയിൽ വർഗീയത നടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മലയാളി വളരെ കാപട്യം ഇതിങ്ങനെ മറച്ചു വെച്ചിട്ട് വളരെ പുരോഗമനം കാണിക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ നെസസിറ്റിയുടെ ഭാഗവും കൂടിയാണ് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാർ ഈ മറിച്ച് പറഞ്ഞ മോഹൻദാസിൻ്റെ വിഷയങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇത് മോഹൻദാസ് ഒറ്റപ്പെട്ട വ്യക്തിയല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു ശതമാനം മലയാളികളുടെ ഒരു പ്രതിനിധിയും കൂടെയാണ് മോഹൻദാസ്. കാര്യം മലയാളി ഉള്ളിൽ വയലൻസ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. അതെ, ഈ സാർ പറഞ്ഞ സാത്വികമാണ്. സാത്വികമല്ല, ഞാൻ പറഞ്ഞത് തനി ജീവിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. രജസുണ്ട്, തമസുണ്ട്. ഇല്ലില്ല, ഞാനിപ്പം നമ്മൾ രണ്ടും ഇരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഇപ്പം പിന്നെ പ്രിയനി പറഞ്ഞ അഭിപ്രായത്തിന് വേണമെങ്കിൽ എനിക്ക് പ്രിയനൊരു മോശം വ്യക്തിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കാം. അതെൻ്റെ ചോയ്സാണ്. പക്ഷെ ഞാനങ്ങനെ സംസാരിക്കാതിരിക്കുന്നു എന്നുള്ളത് പ്രിയനോടുള്ള എൻ്റെ സ്നേഹവും എൻ്റെ ബഹുമാനവും അവിടെ നിലനിൽക്കുന്നുണ്ടാണ്. ഇത് നമ്മളെപ്പോഴും അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്, സൊസൈറ്റിയായിട്ട് സംസാരിക്കുന്ന സമയത്ത്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പം നമ്മളൊരു TG മോഹൻദാസ് പറഞ്ഞത് ശരിയോ തെറ്റോ, മറിച്ച് എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണമുണ്ടായി അവിടെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ ഇദ്ദേഹം ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് കേരളത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നു, എന്തുകൊണ്ട് ഇപ്പം സ്ത്രൈണത എന്താണ് സ്ത്രൈണത? എന്താണ് സ്ത്രീഭാവം എന്താണ്? സ്ത്രീഭാവം പല രീതിയിലുണ്ട്. ഇപ്പോൾ അത് പാർവതി ദേവി ആവുമ്പോൾ മാതൃഭാവത്തിലും, പാർവതിയൊക്കെ വിട്, പാർവതിയും ഭദ്രകാളിയൊക്കെ വിട്, ഭദ്രകാളിയാവുമ്പോ ഉഗ്ര ഭദ്രകാളിയും സരസ്വതിയൊക്കെ വിടുക. സ്ത്രീഭാവത്തിന്റെ സ്ത്രീഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സ്ത്രീഭാവം എന്ന് പറയുന്നത്, എനിക്കിപ്പം എന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് സ്നേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ അമ്മാമ്മയും പാർവതി, എൻ്റെ അമ്മയും അതൊക്കെ വേറൊരു തലത്തിൽ. ഇപ്പം എൻ്റെ അമ്മ എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും എൻ്റെ അമ്മാമ്മയും അവരുടെ നൽകിയിട്ടുള്ള സ്നേഹം, ഈ സ്നേഹത്തിന് ലിംഗമുണ്ടോ? ഇല്ല. ഭാവത്തിന് ലിംഗമുണ്ടോ? ഇല്ല. അതൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയും അമ്മാമ്മയും പകർന്നു തന്ന ഒരു സ്നേഹത്തെ അത് ഞാൻ ഉള്ളിൽ വെച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുമ്പോഴത്തേക്കാണ് എന്നിൽ ഉള്ള സ്ത്രൈണഭാവം പുറത്തു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഞാൻ പറയുന്നത്, നമ്മളൊരു ഡിസ്കഷൻ പോലും ഇത്ര നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത് ഇപ്പോൾ ഈ സ്ത്രൈണഭാവം എന്താണ്? ഇപ്പോൾ പലരും ഈ ചാന്തുപൊട്ട് സിനിമയിലെ ദിലീപിൻ്റെ നടത്തയാണ് സ്ത്രൈണത. അതല്ല സ്ത്രൈണത. സ്ത്രൈണത എന്ന് പറഞ്ഞൊരു ക്വാളിറ്റിക്ക് ലിംഗമില്ല. ഇപ്പം മധുരത്തിന് ലിംഗമുണ്ടോ? മധുരം ജീവിതത്തിൽ അറിയാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് മധുരം എന്നുള്ളത്? മറിച്ച് ഒരു നുള്ള് പഞ്ചസാര എടുത്ത് അവിടെ നാവിലേക്ക് ഇട്ട് കൊടുത്താൽ അപ്പം അറിയാം ഇന്നതാ മധുരം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞുള്ള ക്വാളിറ്റീസാണ്. അപ്പോൾ ഇത്തരം ക്വാളിറ്റീസ് നമ്മളുടെ സൊസൈറ്റിയിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ സംഭാഷണങ്ങൾ, പൊതുവേദിയിലെ സംഭാഷണങ്ങൾ. TG മോഹൻദാസിൻ്റെ സംഭാഷണം അതിന് വിരുദ്ധമായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നോ തൂക്കിക്കൊല്ലണമെന്നോ ജയിലിടണമെന്നുള്ള ഒരു സംഗതി, ആ ഒരു താല്പര്യം നമുക്കില്ല. പക്ഷേ അനീതിക്കെതിരെയാണ് സംസാരിച്ചത്, അനീതി നടപ്പിലാക്കുന്നതിനെതിരെ. പക്ഷേ അദ്ദേഹം മുമ്പോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ അതിനേക്കാൾ വലിയ അനീതിയായി പോയി. അവിടെയാണ് ഈ പ്രശ്നം. അല്ല സാർ, നമുക്ക് സാർ ഗീതയെ പറ്റി നേരത്തെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഗീതയ്ക്കകത്ത് അവസാനം പറയുന്നുണ്ട്, ഭഗവാന്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നുണ്ട്. എല്ലാ അധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നു. പക്ഷേ അതിന് മുൻപ് ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട് അത് സാത്വികമായിട്ടുള്ള ഭാവമാണ്. ഇപ്പുറത്ത് രജോ ഗുണത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, സ്വധർമ്മപേച്ച് നവികമ്പിതുമർഹസി ധർമ്മത്തെ യുദ്ധ അന്യ ക്ഷത്രിയസിനെ വിദ്യത. ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുക. TG മോഹൻദാസ് ക്ഷത്രിയനാണ്, ക്ഷാത്രവീര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് സ്വസമുദായത്തിനും ധർമ്മത്തിനും വേണ്ടി നിരന്തരം യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന കർത്തവ്യം ഈശ്വരനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം അതിനു വേണ്ടി സംസാരിക്കും. സ്വരാജ്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ മാതൃരാജ്യത്തിനെ ആക്രമിക്കാൻ വരുന്ന കൃമികീടങ്ങൾ ഏതായാലും ശരി തന്നെ, അത് പാറ്റയോ പല്ലിയോ തൊട്ട് വ്യാഘ്രമായാലും ശരി തന്നെ, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്, അതിന് നേരെ തൃശൂലമെടുക്കുക എന്നുള്ളത് ഭഗവത് ഇച്ഛയാൽ എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് ഭഗവാൻ കൊടുത്തിരിക്കുന്ന വാക്കാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്ത് തെറ്റാണ് അത്? ഭഗവത്ഗീത മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഈ ഭഗവത്ഗീതയ്ക്കകത്ത് ആദ്യ അവസാനം ഉച്ചരിക്കപ്പെടുന്ന ഒരു വാക്കുണ്ട്,
അവ്യയം എന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം. അവ്യയം എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയോ? എന്താ? അല്ല, അവ്യയം. ഇല്ല, അറിയാം. അവ്യയം, വ്യയം ചെയ്യാൻ പറ്റാത്തത്, മനസ്സിലാക്കാൻ കഴിയാത്തത്. വ്യവസായം, നമ്മൾ കൊടുക്കൽ വാങ്ങല് രണ്ടുണ്ടെങ്കിലേ കൊടുക്കാൻ വാങ്ങാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ, അവ്യയം. ഞാൻ എൻ്റെ ഭാഗം തന്നെയാണ് പ്രിയൻ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടാകുമ്പോഴാണ് എനിക്ക് പ്രിയനെ ഞാൻ ഉപദ്രവിക്കുന്ന സമയത്ത് ഞാൻ എന്നെ ഉപദ്രവിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത്. അതാണ് ഗീത പറയുന്നത്. അതുകൊണ്ട് എന്നെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരാളെയും, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രിയനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഗീത പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതിനെയാണ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. ആ റെസ്പെക്ട് ഈ പറയുന്ന സമരത്തിൽ എങ്ങും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആ സമരത്തിലല്ല, അത് ഗവൺമെന്റിനുണ്ടാവണം. അതാണ്, അത് ഏകപക്ഷീയമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫലം? ഇല്ല, ഉദാഹരണത്തിന് ആ സമരം പിൻവലിച്ചില്ലേ? ഇല്ലേ? പരിഹരിച്ചു കഴിഞ്ഞിട്ടും തുടർന്ന് അല്ല, എങ്ങനെയാണ് സമരം പിൻവലിച്ചത്? മന്ത്രി രാജിവെച്ചു. സിമ്പിൾ. അത് നേരത്തെ ആകാമായിരുന്നു. അല്ല, നേരത്തെ പ്രശ്നം പരിഹരിച്ചു, പരീക്ഷ വീണ്ടും നടത്തി. ആ പരീക്ഷ അതല്ല, അത് അങ്ങനെ ലാഘവത്തോടെ കാണരുത്. ഇന്ത്യയിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ, പാവപ്പെട്ട വിദ്യാർത്ഥികൾ, മധ്യവർത്തിലുള്ള ആൾക്കാർ, അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഈ വിദ്യാഭ്യാസ സമ്പ്രദായവും പരീക്ഷയുമാണ്. ശരി, പക്ഷെ അതിപ്പോൾ തടസ്സപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് ഇതിന് മുൻപോ, ഇതിന് വർഷങ്ങൾക്ക് മുൻപോ ഒക്കെ നടന്നിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന്, എന്തിനേറെ കേരളത്തിൽ നടക്കുന്ന നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. അത് കേരളത്തിലും ഒരുപോലെ ആയിരിക്കണം, കർണാടകത്തിലും ഒരുപോലെ ആയിരിക്കണം, ജാർഖണ്ഡിലും ഒരുപോലെ ആയിരിക്കണം, ഡൽഹിയിലും ഒരുപോലെ. തീർച്ചയായിട്ടും. ഇത് പക്ഷെ അങ്ങനെയല്ല. ഏകപക്ഷീയമായിട്ട് ഇവിടെ അംഗനവാടി ടീച്ചർമാരും ആശാവർക്കർമാരും അടക്കം മുട്ടയടിച്ച് മുട്ടിലകഞ്ഞ മനുഷ്യരല്ലേ. അത് കേരളത്തിലെ ജനങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കണ്ടില്ലേ? അതിപ്പോ ജാർഖണ്ഡിൽ നടക്കുന്നു. ജാർഖണ്ഡിൽ ജയമമ്മിനാണ് മുഖ്യമന്ത്രി. അവിടുത്തെ കോൺഗ്രസിന്റെ രാജിവെക്കില്ല. അല്ല, വെക്കുന്നതിന്റെ അല്ല, അവിടെ കോൺഗ്രസ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന കഴിയുള്ളൂ? ധർമ്മം ഉള്ളത് കൊണ്ടാണ് അവിടെ. പക്ഷേ കോൺഗ്രസിനോ ഈ CJP-ക്കാർക്കോ ആ ധർമ്മമില്ല. എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല, നമുക്ക് അതിനെയൊക്കെ ഓരോരുത്തർക്കും ഈ പറഞ്ഞ ഓരോ വ്യക്തികളും കാണുന്ന കാഴ്ചകൾക്ക് അടിസ്ഥാനത്തിലാണല്ലോ. അപ്പം നമ്മളതിനെ മൊത്തത്തിൽ കാണുന്ന സമയത്ത് എനിക്ക് ആ കാഴ്ചയല്ല വന്നത്. ഇവിടെ ഇന്ത്യൻ യുവതയിലെ അവരുടെ മുമ്പിലുള്ള അസ്വസ്ഥതകളുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്, അവ്യക്തതകളുണ്ട്, അന്ധകാരങ്ങളുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് പൊട്ടിമുളക്കി, യാദൃച്ഛികമായിട്ട് പൊട്ടിമുളച്ചതാണ്. അല്ല, ഈ കോക്രോച്ചിൻ്റെ ആദ്യത്തെ പോസ്റ്റ് കാണുമായിരുന്നു, മടിയന്മാർക്കും മടിച്ചുകൾക്കും ക്ഷണം കൊടുത്തുകൊണ്ടാണ്. പക്ഷെ അത് വേറൊരു രീതിയിലേക്ക് കൊണ്ട് മാറുക ചെയ്യുന്നത്. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതാണ് ഈ ഗതി എന്ന് പറയുന്നത്. അങ്ങനെയാണ്, മുൻകൂട്ടിയുള്ള സാധനമല്ല. ശരി സാർ. പക്ഷേ അവസാനമായിട്ട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞവർ ഈ സംസ്ഥാനത്ത്, കേരളത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നു. അവർ വീണ്ടും വ്ളോഗുകൾ ചെയ്യുന്നു, ഒരു കുഴപ്പവുമില്ല. പക്ഷേ TG അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ നീതിക്ക് അനീതി അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലുന്ന ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നടപടി എടുക്കാൻ നിലവിലുള്ള സർക്കാർ ഉത്തരവാദിത്തമുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്. അത് ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല. അതുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ ഇപ്പോൾ പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലണമെന്ന് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾക്ക് സൊസൈറ്റിയിൽ, ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ സ്ഥാനമില്ല. അവിടെ നമ്മൾ ആരാണ് പറഞ്ഞതോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് നീതിപൂർവമായി എല്ലാ വിഷയങ്ങളെയും സമീപിക്കാൻ പറ്റുക. അങ്ങനെ ഒരു കാഴ്ചയിൽ നോക്കുമ്പോഴാണ് മോഹൻദാസിൻ്റെ പ്രസ്താവനയെ നമുക്ക് സ്വീകാര്യമുള്ളതായി വരുന്നത്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.